എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ്. KK വിൽസൺ നെയ്യാർഡാം രചിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആമച്ചൽ പവിത്രൻ സംഗീത സംവിധാനം നിർവഹിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമുണ്ട്. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിൽ എന്നും വാഴുമോ. അതിൻ്റെ അനുപല്ലവി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. വരികൾ ഇങ്ങനെയാണ്: പണം കൊടുത്താൽ ആഹാരം വാങ്ങാം, ആ പണം കൊടുത്താൽ ആത്മമന്ന ലഭിക്കുമോ. പണം കൊടുത്താൽ മണിമേട വാങ്ങാം, ആ മണിമേടയിൽ ശാശ്വതമായി വാഴാൻ കഴിയുമോ. പണം കൊടുത്താൽ പുസ്തകങ്ങൾ വാങ്ങാം, ആ പണം കൊടുത്താൽ ആത്മജ്ഞാനം ലഭിക്കുമോ. പണം കൊടുത്താൽ കുടിവെള്ളം വാങ്ങാം, ആ ജലം കുടിച്ചാൽ ആത്മദാഹം തീരുമോ. പണം കൊടുത്താൽ വൈദ്യന്മാരെ കാണാം, ആ പണം കൊടുത്താൽ ആത്മസൗഖ്യം ലഭിക്കുമോ. ഇതൊരു ചോദ്യശരങ്ങൾ പോലെ നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നു പതിക്കുന്നതാണ്. എന്നാൽ പണം കൊടുത്താൽ ഉലകിൽ നേടാൻ കഴിയാത്തത് പലതുമുണ്ട്. അത് നേടാൻ വേണ്ടിയിട്ടാണ്, അത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് പണം കൊടുത്താൽ ഈ ഉലകിൽ പലതും ലഭിക്കും. പക്ഷേ പണം കൊടുത്താൽ ലഭിക്കാത്ത പലതുമുണ്ട്. അത് വിലയേറിയതാണ്. അത് ലഭിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുക തന്നെ വേണം. ആ കർത്താവിന്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം. ആ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വാംശീകരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹവും ധന്യവുമേറിയ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, പണം കൊടുത്താൽ ഈ ഉലകത്തിൽ പലതും ഞങ്ങൾക്ക് നേടാൻ കഴിയുമെങ്കിലും പണം കൊടുത്താൽ നേടാൻ കഴിയാത്ത വിലപ്പെട്ട അനേകം കാര്യങ്ങൾ ഇവിടെയുണ്ട്. അത് നേടണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുക തന്നെ വേണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയല്ലോ. കർത്താവ്, നിന്നെ പിൻപറ്റി ഞങ്ങൾ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അപ്പാ, നീ ഞങ്ങൾക്ക് വേണ്ടി പണം കൊടുത്താൽ ഉലകത്തിൽ ലഭിക്കാത്ത അനുഗ്രഹിക്കപ്പെട്ട ഭണ്ഡാരങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.